നമസ്കാരം. വെടിനിർത്താമെന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞുവെങ്കിലും നമുക്ക് പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പിന്നിൽ നിന്നും കുത്തുന്ന ഒരു ശത്രു രാജ്യമാണ്. സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ കുരുതി കൊടുക്കാൻ പോലും ഒരു മടിയും കാണിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് ഡ്രോണുകളും അതോടൊപ്പം തന്നെ ഷെല്ലുകളുമൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്ത്യ നിഷ്പ്രയാസം തകർത്തത് മറ്റൊരു കാര്യമാണ്. കൂടാതെ ഇവർ പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ നേരത്ത്, അതായത് ഇന്ത്യയിൽ ഷെല്ലുകളും അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണം നടത്താനായിട്ട് ഇവർ മറയാക്കിയത് സ്വന്തം രാജ്യത്തിലെ തന്നെ യാത്രക്കാരെയാണ്. അത് സ്വന്തം രാജ്യത്തിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പറന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന വിമാന യാത്രക്കാരെയാണ് ഇവർ മറയാക്കിയത്. അപ്പോൾ സ്വന്തം രാജ്യത്ത് ജനങ്ങളോട് പോലും ഒരു തരത്തിലുമുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ അവരുടെ പറ്റിയ ഒരു ചിന്താഗതിയോ ഒന്നുമില്ലാത്ത ഒരു തെമ്മാടി രാജ്യം അല്ലെങ്കിൽ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് തന്നെ നമുക്ക് പാകിസ്ഥാനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് UN-ൽ, അതായത് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിര പ്രതിനിധി തന്നെ പറഞ്ഞത് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ഒരു കമ്മിറ്റ്മെന്റോ ഒന്നും തന്നെ, ഒരു ആത്മാർത്ഥതയോ ഒന്നും തന്നെ ഇല്ല. തീവ്രവാദികളോട് മാത്രം ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് UN-ലെ ഇന്ത്യൻ പ്രതിനിധി തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. അതിപ്പോൾ എല്ലാ ലോകരാജ്യങ്ങൾക്കും മനസ്സിലായി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അതിർത്തികളിൽ ഇപ്പോഴും കർശനമായ സുരക്ഷയാണ് ഇന്ത്യൻ സേന ഒരുക്കിയിരിക്കുന്നത്. വൻ സേനാ സന്നാഹം ഉടനെ പിൻവലിക്കില്ല. വെടിനിർത്തൽ ധാരണ ഏത് സമയം വേണമെങ്കിലും പാകിസ്ഥാൻ ലംഘിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഭാരതത്തിന്റെ തീരുമാനം. പാകിസ്ഥാന് ഭാരതം കൊടുത്ത ഒരു പ്രഹരമുണ്ട്, അതായത് ഒരു നയതന്ത്ര പ്രഹരം. അതെന്താണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് സിന്ധു നദീജല കരാർ. പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നയതന്ത്ര ആക്രമണത്തിൽ ഏറ്റവും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനാണ്. പഹൽഗാമിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കർഷകർ ഇപ്പോൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ സാധാ ജനങ്ങൾക്ക് ഇപ്പോൾ മൊത്തത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥ. അവർക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ, കുളിക്കാനോ പാചകം ചെയ്യാനോ ഒന്നും വെള്ളമില്ലാത്ത ഒരവസ്ഥയിലേക്ക് സർക്കാരിനെതിരെ തന്നെ പാകിസ്ഥാനിലെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ പാക് DGMO ഉച്ചയ്ക്ക് ഒരു ചർച്ച നടത്തുന്നുണ്ട്. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇന്ത്യയിലെ സൈനിക DGMOയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ സേന DGMOയും തമ്മിലൊരു ചർച്ച നടത്തുന്നുണ്ട്. ഭീകരാക്രമണത്തിന് സന്ധിയില്ലാ പോരാട്ടം തന്നെ നടത്തുമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും അത്തരത്തിലുള്ള ഏത് നീക്കവും യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ സൈനിക സമ്മർദ്ദം ശക്തമായി തുടരുമെന്ന അഭിപ്രായമാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത്. സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യയുടെ തുടർ നടപടികൾ. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് വ്യോമസേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ തീവ്രവാദികളായി കാണുന്നവരെ വിട്ടുതരണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും. ദാവൂദ് ഇബ്രാഹിം, മസൂദ് അസർ, ഹാഫിസ് സെയ്ദ് തുടങ്ങിയ ഭീകരരെ വിട്ടുകിട്ടണമെന്നായിരിക്കും ഇന്ത്യ കൂടുതലായി ആവശ്യപ്പെടാൻ പോകുന്നത്. ഇതിനോട് പാകിസ്ഥാൻ എന്ത് നിലപാട് എടുക്കുമെന്നതാണ് നിർണായകം. ഇവരെ ഒന്നും വിട്ടുതരില്ല എന്ന് പാകിസ്ഥാൻ പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു കാര്യം പറയും: ഇനി മുതൽ സിന്ധു നദീജല കരാറിൽ നിന്നും, സിന്ധു നദിയിൽ നിന്നും ഒരു തരത്തിലുമുള്ള ഒരു തുള്ളി വെള്ളം പോലും നിങ്ങളുടെ ഇതിലേക്ക് വരില്ല എന്ന് ഇന്ത്യ ഒരു നിർണായകമായ ഒരു നീക്കം തന്നെ നടത്തും. അതെന്തായാലും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ തീവ്രവാദികളെയൊക്കെ വിടാനുള്ള ഒരു നീക്കവും ഇവർ നടത്തും. IMF-ൽ നിന്നുള്ള സഹായധനത്തിന്റെ കാര്യത്തിലടക്കം ആശങ്ക ഉയർന്നപ്പോഴാണ് പാകിസ്ഥാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്നതാണ് സൂചന. തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഡയറക്ടർ ജനറൽ തല ചർച്ചയിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി പങ്കുവച്ചിട്ടുണ്ട്. തുടർ ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് നടക്കുന്നത്. തിങ്കളാഴ്ചത്തെ ചർച്ചയിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടേക്കും. ഇന്ത്യ വഴങ്ങില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏർപ്പെടുത്തിയ ഉപരോധ നടപടികൾ തുടരും. തീവ്രവാദികളെ വിട്ടുതന്നാൽ ഇക്കാര്യത്തിൽ പുനരാലോചന നോക്കാം എന്നൊരു നിലപാടാണ് ഇന്ത്യ എടുക്കാൻ പോകുന്നത്. അതിനിടെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള സ്ഥിതിഗതികൾ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, 3 സേനാ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.
ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത തന്നെ തുടരുകയാണ്. വെടിനിർത്തലിന് ധാരണയായെങ്കിലും പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. പാകിസ്ഥാന്റെ ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജമാണെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ജമ്മു കാശ്മീരിൽ ചിലയിടങ്ങളിൽ രാത്രി പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈന്യം ശക്തമായി തിരിച്ചുമടിക്കുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. പാക് നടപടികൾ ഇന്ത്യ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. പഞ്ചാബിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് 5 ജില്ലകളിലെ സ്കൂളുകൾക്ക് തിങ്കളാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. രാജസ്ഥാനിലെ ജയ്സൽമേർ ജില്ലയിലും നിരീക്ഷണം തുടരും. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം മെയ് 10 രാത്രിയിലും ഇന്നലെ പുലർച്ചെയും അതിർത്തി കടന്നുള്ള നയതന്ത്ര രേഖ കടന്നും വെടിവെപ്പും ഡ്രോൺ ആക്രമണവും നടത്തി. പാക് നടപടി നിർഭാഗ്യകരമാണെന്നാണ് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗൈ പറഞ്ഞിരിക്കുന്നത്. നടപടി ആവർത്തിച്ചാൽ ശക്തമായ പ്രതികരിക്കാൻ സൈനിക കമാൻഡർക്ക് കരസേനാ മേധാവി പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ പ്രതികരണം കൂടുതൽ വിനാശകരവും ശക്തവുമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെടിനിർത്തൽ ചർച്ചയ്ക്ക് വിളിച്ച US പ്രസിഡന്റ് JD വാൻസിനോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ എപ്പോഴും തയ്യാറാണെന്ന് ഇന്ത്യൻ സേനയും പറയുന്നു. പാകിസ്ഥാന്റെ നടപടികളെക്കുറിച്ച് ആശങ്കയില്ല. ഞങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യവും പദ്ധതിയുമുണ്ട്. അത് ശ്രദ്ധാപൂർവം പിന്തുടരും. വളരെയധികം സംയമനം പാലിച്ചു. നമ്മുടെ പൗരന്മാരുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും സുരക്ഷയ്ക്കും നേരെയുള്ള ഏതൊരു ഭീഷണിയും ശക്തിയോടെ തന്നെ നേരിടും. പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇന്ത്യ വെള്ളം തരൂ. അവർ ആദ്യം നമ്മൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട എല്ലാ ഉടമ്പടി കരാറും നമ്മൾ റദ്ദാക്കി, എല്ലാം മരവിപ്പിച്ചു. അവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഡാമൊക്കെ നമ്മൾ അടച്ചിട്ടു. അപ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തു. കൂടുതൽ വെള്ളം അവർ ചോദിച്ചതിനെ കാട്ടി കൂടുതൽ വെള്ളം നമ്മൾ കൊടുത്തപ്പോൾ അയ്യോ കൂടുതൽ വെള്ളമാണ്, വെള്ളപ്പൊക്കമാണ്, നിൽക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടച്ചു. ഇപ്പോഴും വെള്ളം വേണമെന്ന് പറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തീവ്രവാദികളെ ഉൾപ്പെടെ നമുക്ക് തരാനായിട്ടാണ് പറയുന്നത്. ഇത് പാകിസ്ഥാൻ സമ്മതിച്ചില്ലെങ്കിൽ വെള്ളവുമില്ല, ഒന്നുമില്ല എന്ന രീതിയിലേക്ക് ഇന്ത്യ എത്തും. അതെന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ഷഹബാസ് ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ അകത്ത് തന്നെ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത, ജനങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിയാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കൈമാറാനുള്ള ഒരു നീക്കം പാകിസ്ഥാൻ എന്തായാലും നടത്തും എന്നതാണ് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഈ തീവ്രവാദികളെല്ലാം ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ മൊത്തത്തിൽ അതീവ കനത്ത ജാഗ്രതയിലേക്ക് എത്തേണ്ടി വരും. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, തുമ്പോൺതാഴം. 8 കരകളുടെയും നാഥനായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മെയ് 11 മുതൽ 18 വരെ നടക്കുന്ന സ്കന്ദ സത്രം. ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ദസത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു. ഇതൊരു മഹാക്ഷേത്രമാണ്. 1200-1500 വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക്, ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം, ഈ 8 കരയിൽ ഉള്ളതല്ല, ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടേതും ഉണ്ടാകണം. ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.